CRPC BNSS ആയി, IPC BNS ആയി, എവിഡൻസ് ആക്ട് BSA ആയി. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്ഥിരമായി ഉപയോഗിച്ച് വന്നിരുന്ന CRPC, IPC, എവിഡൻസ്, BNSS, BNS, BSA ആക്കി മാറ്റണമെങ്കിൽ അല്പം ക്രിയേറ്റീവ് ഐഡിയാസ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ നാഷണൽ സർവീസ് സ്കീം NSSൻ്റെ വോളണ്ടിയേഴ്സ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ആ NSSനോടൊപ്പം, നാഷണൽ സർവീസ് സ്കീമിൻ്റെ NSSനോടൊപ്പം ഒരു B ചേർത്തപ്പോൾ CRPCയുടെ BNSS ആയി. ഇനി ഒരു S എടുത്ത് മാറ്റുമ്പോൾ BNS IPC ആയി, CRPC BNSS, IPC BNS. ഇനി നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ സ്ഥിരമായി നമ്മൾ കണ്ടിരുന്ന ഒരു സൈക്കിളുണ്ട്, BSAയുടെ ലേഡി ബേർഡ് അല്ലേ. അപ്പോൾ ഈ BSAയിലാണ് നമ്മൾ എവിഡൻസ് ആക്ട് പഠിക്കാൻ പോയത്. BSA ആണ് എവിഡൻസ് ആക്ട്. എളുപ്പമല്ലേ? മോശമൊന്നും വിചാരിക്കേണ്ട. നമ്മൾ നമ്മുടെ ഉള്ളിൽ ഓർക്കാനായി ഇത്തരത്തിലുള്ള കുറുക്കു വഴികൾ വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇനി ഇത്തരത്തിലുള്ള പുതിയ ആക്ടുകളുടെ പ്രസക്തി എന്തെന്ന് നോക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. വൈകി വരുന്ന നീതി നിഷേധമാണ്. എങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ കാണിക്കുന്നു, അമിത്ഷായുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള പുതിയ നിയമങ്ങൾ ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമാണെന്നതും അതോടൊപ്പം തന്നെ ടൈം ബൗണ്ടായിട്ട് ജസ്റ്റിസ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു രൂപമാറ്റമെന്നും. അടുത്തതായി BNSSും CRPCയും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. നോക്കൂ, CRPCയിലാണെങ്കിൽ 484 സെക്ഷനുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ BNSS വരുമ്പോൾ 531 സെക്ഷനുകളായി കൂടിയിരിക്കുന്നു. CRPCയിലെ പ്രൊവിഷനുകളിൽ 177 പ്രൊവിഷനുകളിൽ മാറ്റം കൊണ്ടുവരികയും 9 പുതിയ സെക്ഷനുകൾ ആഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ 39 പുതിയ സബ് സെക്ഷനുകളും ഇവയോടൊപ്പം തന്നെ ആഡ് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ പ്രസിഡന്റിന്റെ അസന്റ് ലഭിച്ചതായ ഈ BNSSന്റെ ഡ്രാഫ്റ്റിൽ 44 പുതിയ പ്രൊവിഷനുകളും ക്ലാരിഫിക്കേഷനുകളും വന്നിരിക്കുന്നു എന്നതാണ്. അപ്പോൾ വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്ന് സാരം. കൂടാതെ 35 സെക്ഷനുകൾ, അതായത് ഇതിൽ പറയുന്ന CRPCയിൽ ഉണ്ടായിരുന്ന പല നടപടിക്രമങ്ങളിലും ടൈം ലൈനുകൾ ഇത്ര സമയത്തിനുള്ളിൽ സമയബന്ധിതമായി തീർക്കണമെന്ന് കൂട്ടിച്ചേർക്കലുകളുമുണ്ട്. കൂടാതെ BNSSന്റെ പല പ്രൊവിഷനുകളിൽ 35 ഇടങ്ങളിലായി പ്രതിപാദിക്കുന്നതായ നടപടിക്രമങ്ങൾ ഇനി മുതൽ ഓഡിയോ വീഡിയോ കവറേജിന് വിധേയമാകണമെന്നും തിട്ടൂരപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഒരു കാര്യം, 14 സെക്ഷനുകൾ CRPCയിൽ നിന്നും റിപ്പീൽ ചെയ്യപ്പെട്ടിട്ടുള്ളത് BNSSൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതുമാകുന്നു. അടുത്തതായി IPCയും BNSും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ IPCയിൽ 511 സെക്ഷനുകൾ ഉണ്ടായിരുന്ന ഇടത്ത് ഇപ്പോൾ BNSൽ 358 സെക്ഷനുകളായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും BNSൽ 20 പുതിയ ക്രൈമുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതും അതിനോടൊപ്പം തന്നെ 33 ക്രൈമുകളുടെ ഇംപ്രിസൺമെൻറ്റിൻ്റെ പീരിയഡ് കൂട്ടിയിട്ടുള്ളതുമാകുന്നു. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, IPC വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്, ഈ ഫൈൻ ജസ്റ്റ് 500 ഉള്ളൂ, 100 ഉള്ളൂ എന്ന് ഇത്രയും നാൾ നമ്മൾ പിലീകം ചുളിച്ചിരുന്നുവെങ്കിൽ 83 ക്രൈമുകൾക്ക് ഫൈൻ എമൗണ്ട് എൻഹാൻസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ 23 ക്രൈമുകളിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു മിനിമം പണിഷ്മെൻറ്റും പറഞ്ഞിരിക്കുന്നു. അതിനർത്ഥം പ്ലീഡിങ് ഗിൽറ്റി എന്നുള്ളത് ഇനി ഒരു എളുപ്പവഴി അല്ല. അതിനോടൊപ്പം പെനാൽറ്റി എന്നത് പുതിയ ഒരെണ്ണം വന്നിരിക്കുന്നു, അത് കമ്മ്യൂണിറ്റി സർവീസാണ്. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും സാമൂഹിക സേവനം. ജയിലിൽ പോകാതെ യാതൊരു വിധത്തിലുള്ള എമൗണ്ട് റെമ്യൂണറേഷനും കിട്ടാതെ 6ഓളം കുറ്റകൃത്യങ്ങൾക്ക് ഇനി പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സർവീസാണ്, അഥവാ സാമൂഹിക സേവനമാണ്. അവസാനമായി IPCയിൽ നിന്നും 19 സെക്ഷനുകൾ റിപ്പീൽ ചെയ്തിട്ടുള്ളതും BNSൽ അവ ഒഴിവാക്കിയിട്ടുള്ളതുമാകുന്നു. ഇനി ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും BSAയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിൽ ആകെ മൊത്തം 167 സെക്ഷനുകൾ ഉണ്ടായിരുന്ന ഇടത്ത് BSAയിലേക്ക് വരുമ്പോൾ അത് 170 സെക്ഷനുകളായി കൂടുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം എവിഡൻസ് ആക്റ്റിലെ 24 പ്രൊവിഷനുകളിൽ മാറ്റം വരുത്തുകയും 2 പുതിയ പ്രൊവിഷനുകൾ ഇൻക്ലൂഡ് ചെയ്യപ്പെടുകയും അതിനോടൊപ്പം 6 സബ് പ്രൊവിഷനുകളും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 6 പ്രൊവിഷനുകൾ നിലവിലുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിൽ നിന്നും റിപ്പീൽ ചെയ്യപ്പെട്ടിട്ടുള്ളതും അത് BSAയിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതുമാകുന്നു. അപ്പോൾ ഇനി മറക്കണ്ട, CRPC BNSS, IPC BNS, എവിഡൻസ് ആക്ട് BSA. മറക്കില്ലല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലെ രസകരമായി സിമ്പിളായി നമുക്ക് BNSS, BNS, BSA
സാവധാനം പഠിച്ചു തുടങ്ങാം ഉടൻ തന്നെ.